മോളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റേ അവളെ മാനസികമായിട്ട് നല്ല പീഡിപ്പിക്കുന്ന അവള് മറ്റേ കോഴിക്കോട് പഠിച്ചിരുന്നത്. അപ്പോൾ അവളെ കൂട്ടുകാരികളൊക്കെ പിന്നെ പറഞ്ഞിട്ടാണ് ഇത് അറിഞ്ഞത്. പിന്നെ ചെറിയ ചെറിയ ന്യൂസൊക്കെ അറിയണ്ടായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു ഞാൻ എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചു, അച്ഛത്തിൽ ഇടപെടണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അതുകൊണ്ട് അച്ഛൻ ഇടപെടണ്ട, മൂന്നാമത്തെ ഒരാൾ ഇടപെട്ട അത് പ്രശ്നമാണ്, അപ്പോൾ അത് ഞാൻ തന്നെ പരിഹരിക്കും, എൻ്റെ ഏട്ടനെ ഞാൻ തന്നെ ശരിയാക്കി കൊണ്ടുവരുന്നു അവള് പറഞ്ഞ. അവള് ഒരു മനക്കരുത്തുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഞാനതിൽ ഇടപെട്ടില്ല. അപ്പോൾ അവള് പറഞ്ഞു, ഇടപെടേണ്ട സമയം വരുമ്പോൾ ഞാൻ പറയണ്ട്, അപ്പോൾ ഇടപെടാന്ന് പറഞ്ഞു. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം, വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നും നമ്മൾ അറിയുന്നത്. അതായത് അവളൊപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്നും എടുക്കാണ്ട് അത് ഇതൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറയുന്നത്, എൻ്റെ ജോലി കണ്ടിട്ട് എൻ്റെ ഒപ്പം വരണ്ട കേട്ടോ, ഇജ്ജ് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കും. അതിനോട് കഠിനാധ്വാനം ചെയ്യുന്നു. അതങ്ങനെ. പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല. അത് പറഞ്ഞ് ഇവൻ്റെ ബൈക്കുമ്മയും കൂടി കയറ്റി കൊണ്ടുപോകില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 കൊല്ലമായി. എന്ത് ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തേക്ക്, അതുവരെ എൻ്റെ കുട്ടി അറിഞ്ഞില്ല. വേറെയുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക്.